MLA വന്നപ്പോ ഒരു 15 അടി പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വന്നപ്പോ ഞങ്ങൾക്കൊരു GCS എന്ന് പറയും, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയും, ബ്രെയിനിന്റെ ഇഞ്ചുറിയും അതിന്റെ ഡെപ്ത് അളക്കുന്നതാണ്. 15-ൽ 8 ആയിട്ടാണ് വന്നത്. വന്ന് അത്രയും 8 ആയപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ്, സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്, പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആള് വെന്റിലേഷനിലാണ്. നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി. കാരണം ഇത്രയും മോളിൽ നിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ്, പോളിട്രോമ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി. ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ള ഒരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്, ചെറിയ ഫ്രാക്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ ആള് വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോ ഒരു ഇന്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോ OT-ലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സ്യൂച്ചറിങ്, നല്ല സ്കാൽപ് സ്യൂച്ചേഴ്സ് ഉണ്ട്. കാരണം നല്ലോണം ബ്ലീഡിംഗ് ഉണ്ട്. ആള് വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്യും. ആള് കോൺഷ്യസ് അല്ല. വന്നപ്പോ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പൊ സെഡേഷനിലാണ് ആള്. ഇപ്പൊ സ്റ്റേബിൾ ആണെന്ന് പറയാറായിട്ടില്ല. 24 hours. ലങ് ഒന്ന് സെറ്റിൽ ആവണം, ബ്രെയിനും ഒന്ന് സെറ്റിൽ ആവണം. ബ്രെയിനിൽ ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചറി ആണ്, ലങ്ങിലെ കണ്ടീഷൻസ് ആണ്. നമ്മൾ ഒരു എല്ലാ ഇഷ്യൂസും ഒന്ന് സെറ്റിൽ ആയിട്ട് BP ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് വിൽ സ്ലോലി സി വാട്ട് ദ റെസ്പോൺസ് ഈസ്. തിരക്ക് കൂട്ടുന്നതിൽ കാര്യമില്ല. കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസ് ആണ്. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. ലങ് കണ്ടീഷൻ കുറച്ച് കാര്യമായിട്ടുണ്ട്. ഇറ്റ് ഈസ് മോർ ഓൺ ദ റൈറ്റ് സൈഡ്, ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ എന്ന രീതിയിലാണ്. പക്ഷേ ലങ്ങും ബ്രെയിനും രണ്ടും ഇഞ്ചേർഡ് ആയതുകൊണ്ട് വീൽ ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് വീൽ ഹാവ് ടു കൺസിഡർ ഇറ്റ് സിഗ്നിഫിക്കന്റ്ലി ഇഞ്ചേർഡ് അറ്റ് ദിസ് മൊമെന്റ്. സർജറിയുടെ ആവശ്യമില്ല. ബ്രെയിൻ പാർട്ടിൽ സർജറി ആവശ്യമില്ല. സ്പൈൻ പാർട്ടിൽ സർജറിയുടെ ആവശ്യങ്ങളില്ല. സർജറി ആവശ്യമില്ല എന്ന് പറയുമ്പം ആ ഇഞ്ചറി സിഗ്നിഫിക്കന്റ് അല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, ഹെവി ആക്സലറേഷൻ ഡീസലറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചറി എന്ന് പറയും. അതായത് ബോധം, പ്രതികരണം, ഓർമ്മ, ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ബാധിക്കാവുന്ന ചെറിയ ചെറിയ ചതവുകളാണ്. അതിനകത്ത് റിക്കവറി എങ്ങനെ വരും എന്നുള്ളത് സമയം കൊണ്ടാണ് നമ്മൾ പറയുക. വി വിൽ ഹാവ് ടു ഹെൽപ്പ് ഹർ ടു റിക്കവർ. ആൻഡ് അതൊരു ആർബിട്രറി ടൈം ഫ്രെയിം ആണ്. ദാറ്റ് ഈസ് വാട്ട് വി യൂഷ്വലി ഡു. വിൽ ഗീവ് എവറിത്തിങ് ടു സെറ്റിൽ ഡൗൺ ആൻഡ് സീ ആൻഡ് റീഅസസ്. വീണ്ടും അസസ് ചെയ്ത് പേഷ്യന്റ് റിക്കവറി എങ്ങനെയാണെന്ന് നോക്കും. മീൻവൈൽ ഇഷ്യൂസ് കൂടുന്നുണ്ടെങ്കിൽ വീൽ ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ. ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ വീൽ കണ്ടിന്യൂ ദ പ്ലാൻ. സെറ്റിൽ ആവണം. ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. ആസ് സച്ച് ഒരു നേസോ എത്മോയിഡൽ ഫ്രാക്ചേഴ്സ് ഉണ്ട്. അത് അൺഡിസ്പ്ലേസ്ഡ് ആണ്. അതൊക്കെ ഇപ്പൊ എമർജൻസി ആയിട്ട് ഇന്റർവീൻ ചെയ്യേണ്ടതല്ല. ദ മേജർ കൺസേൺ ഈസ് ദ ബ്രെയിൻ ആൻഡ് ദ ലങ്. അത് രണ്ടും ഓപ്റ്റിമൈസ്ഡ് ആവുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുക. അത് ആ വീഴ്ചയിൽ പറ്റിയതാണ്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ഇപ്പൊ കണ്ടിട്ടില്ല. ബട്ട് ഷീസ് ഓൺ സം മെഡിക്കേഷൻസ് ദാറ്റ് ഇറ്റ് മൈറ്റ് ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. വീൽ ഹാവ് ടു വെയിറ്റ്. ഇമ്പാക്റ്റിലാണ്. ബ്ലണ്ട് തൊറാക്സ്, ബ്ലണ്ട് ചെസ്റ്റ് ഇഞ്ചറി എന്ന് പറയും. വീഴ്ചയിൽ വന്ന് തട്ടുന്നതാണ്. ചതവിൽ വരുന്നത്, വീണിട്ടുള്ള ചതവിന്ന് വന്നിട്ടാണ് അത് ആ റിബ്സ് ലങ്സിൽ കൊണ്ടിട്ടുണ്ടാവുന്ന ബ്ലീഡിംഗ് കൊണ്ട് വരുന്നതാണ്. കുട്ടിന്റെ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത്രയും മാത്രം. എവരിബഡി ഈസ് ദർ, എവരിബഡി ഈസ് ഇന്റിമേറ്റഡ് ആൻഡ് എവരിബഡി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ലൂപ്പ്. He is the neurosurgeon, Dr. Michelle. He is the head of orthopedics doctor. I am the medical director, Dr. Krishnan Unni. There's a general surgeon involved, ENT doctors and maxillofacial. Everybody is here. Maxillofacial, all are here. Emergency physicians, everybody is. അൺഡിസ്പ്ലേസ്ഡ് ആണ്. നമുക്കത് ഓപ്പറേറ്റീവ് ഇന്റർവെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ലോങ് ബൗണ്ട് ഫ്രാക്ചേഴ്സ് മേജർ ആയിട്ട് ഒന്നുമില്ല. ഫുട്ടിൽ മാത്രം ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഇപ്പൊ കണ്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ട്രീറ്റ് ചെയ്യാവുന്നുള്ളൂ. അതൊരു മേജർ വിഷയമല്ല. As of now, there is no emergency surgery ഒന്നും വാറണ്ടഡ് അല്ല. Okay, there is no emergency surgery, but then നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണം പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ വി വിൽ വാച്ച് ഫോർ നിയർലി 24 hours. 24 hours വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വേണോ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കും. ഇനി ആ പാടെ വേണമെങ്കിൽ ചെസ്റ്റിൽ ആ ഒരു രക്തം ഇത്തിരി കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് ചിലപ്പോൾ അത് എടുക്കേണ്ടി വരും, ഒരു ഡ്രെയിൻ ഇടേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ.
വന്നപ്പോൾ ചെറുതായിട്ട് കോൺഷ്യസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് പിന്നെ നമ്മൾ വെന്റിലേറ്റ് ചെയ്തു. വെന്റിലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ കോൺഷ്യസ് ലെവൽ നോക്കുന്നില്ലല്ലോ. അത് ലൈഫ് ത്രെട്ടനിങ് അല്ല. വൂണ്ടിൽ സ്കാൽപ്പ് കുറച്ച് ലാസറേറ്റഡ് വൂണ്ട് ആയതുകൊണ്ട് തിയേറ്ററിൽ പോയി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സൂച്ചർ സ്കാൽപ്പ് ഇഞ്ചറി എന്ന് മാത്രമേ ഉള്ളൂ അൺകൺട്രോളബിൾ ആയിട്ടുള്ള. അത് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് വീൽ സൂച്ചർ. എന്തായാലും ആ ഡോക്ടറുടെ ചിരി അത് നേരിയ ആശ്വാസം നൽകുന്നതാണ്. ലൈഫ് ത്രെട്ടണിങ് അല്ല എന്ന ഡോക്ടറുടെ ആ പ്രതികരണം ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ പരിക്ക് ഗുരുതരമാണ് എന്ന് പറഞ്ഞാൽ തലച്ചോറിനും ശ്വാസകോശത്തിനും പരിക്കുണ്ട്. ആ പരിക്ക് അത്യാവശ്യം ഉള്ള പരിക്ക് തന്നെയാണ്. നിലവിൽ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമില്ല. കാര്യങ്ങളെ നിരീക്ഷിച്ചു വരുന്നു. സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റേബിൾ ആണ് എന്ന് പറയാനും കഴിയില്ല. സാധാരണ ഡോക്ടർമാർ അങ്ങനെയാണ് പറയുക. 24 മണിക്കൂർ അണ്ടർ ഒബ്സർവേഷൻ എന്ന ഒട്ടുമിക്ക എല്ലാ കേസുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുതന്നെ MLAയുടെ കാര്യത്തിലും പറയുന്നുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. കാര്യങ്ങൾ സ്റ്റേബിൾ ആവണം. നിലവിൽ വെന്റിലേഷൻ്റെ സപ്പോർട്ട് തന്നെയുണ്ട്. അതിന് കാരണം ഇപ്പം വെന്റിലേഷനിലോട്ട് കൊണ്ടുപോകാനുള്ള കാരണം പറഞ്ഞു. ബ്രെയിൻ ഇഞ്ചറിയുടെ അളക്കുന്ന ആ കണക്കിൽ 15-ൽ 8 ആയിട്ടാണ് വന്നത്. അപ്പോൾ തലച്ചോറിൽ പരിക്കുണ്ട്. പക്ഷേ ആന്തരിക രക്തസ്രാവം എവിടെയും ഇല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കൺട്രോളബിൾ ആണ്. അതല്ല അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ആശ്വസിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചാൽ ലൈഫ് ത്രെട്ടണിങ് അല്ല എന്ന ഡോക്ടർ പറയുന്നതും ആ ഡോക്ടറുടെ ചിരിയും നൽകുന്ന ആശ്വാസം ചെറുതല്ല. അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, അതല്ലേ YS അഭിനന്ദ് ചേരുന്നു. YS അഭിനന്ദ്, അത് തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ യഥാർത്ഥമായ കാര്യങ്ങൾ പറയുകയാണ്. പരിക്കുണ്ട്. ആ പരിക്ക് ഭേദമാകാൻ കുറച്ച് സമയമെടുക്കുന്ന പരിക്ക് തന്നെയാണ്. ഒരുപക്ഷെ കുറച്ചാൾ വിശ്രമിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ നിലവിൽ അങ്ങനെ ഭയക്കേണ്ട രീതിയിൽ ആരോഗ്യാവസ്ഥയ്ക്ക് പ്രശ്നമില്ല എന്ന് തന്നെയല്ലേ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്ന അമൽ. അഭിനന്ദ്. ഹാഷ്മി, തീർച്ചയായിട്ടും ഒരു ഗുണദോഷ സമ്മിശ്രമായ പ്രതികരണം എന്ന് മാത്രമേ നമുക്കിതിനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് വൈകിട്ട് 5:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് MLA പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നതിന് ശേഷമാണ് CT സ്കാൻ അടക്കം പ്രവേശിപ്പിച്ചത്. CT സ്കാനിന് ശേഷമാണ് ഇപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. അവർ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ സ്റ്റേബിൾ അല്ല, അബോധാവസ്ഥയിൽ തന്നെയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആന്തരികമായ രക്തസ്രാവം ഉണ്ടായിരുന്നു. ആന്തരികമായ രക്തസ്രാവം പിന്നീട് ശ്വാസകോശത്തിലേക്കും അത് പോയി. അങ്ങനെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും നിലവിലുണ്ട്. മന്ത്രി P. രാജീവ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാ ഭരണ നേതൃത്വം അടക്കം പാർട്ടി നേതൃത്വം അടക്കം അവിടെയുണ്ട്.